Hi friends, welcome to my channel Style Tips for You. ഞാൻ നിങ്ങളുടെ ധന്യ. ഇന്ന് ഞാൻ ഹോം മെയ്ഡ് ഹെയർ പാക്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഹെയർ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം ചെമ്പരത്തി ഇല, കസ്റ്റർഡ് ആപ്പിളിന്റെ ഇല, കുറച്ച് തേങ്ങ, ഒലിവ് ഓയിൽ. ഒരു ജാർ എടുത്ത് ചെമ്പരത്തി ഇല രണ്ടായിട്ട് മുറിച്ചിടാം. അതിലോട്ട് ഈ കസ്റ്റർഡ് ആപ്പിളിന്റെ ഇലയും നമുക്ക് മുറിച്ചിടാം. നല്ലപോലെ അരയാൻ വേണ്ടിയാണ് മുറിച്ചിടുന്നത്. അതിലോട്ട് ഈ തേങ്ങയും കൂടെ ഇടാം. അതിൽ ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ അരയ്ക്കുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അരയ്ക്കുക. ഇനി ഇതുപോലൊരു വെള്ള തുണി, നല്ല ക്ലീൻ ആയിട്ടൊരു തുണി എടുത്ത് അതിലോട്ട് ഇത് നമുക്ക് ഇടാം. ഇത് ഇതിലോട്ട് ഇടുന്നത് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ അരച്ചതെല്ലാം ഇതിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡിയാണ്. ഈ ഹെയർ പാക്ക് നമുക്ക് ഓരോ മുടിയുടെ ഇടയിലായിട്ടൊക്കെ തേച്ച് പിടിപ്പിക്കണം. അപ്പം എൻ്റെത് കുറച്ച് ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രയും ഒരു വെള്ളം പോലെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി. എനിക്ക് എൻ്റെ ഒരു ലോങ് ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചത്. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് തേക്കണം. എന്നാലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇത് നല്ലപോലെ അബ്സോർബ് ആവത്തുള്ളൂ. ഞാൻ എൻ്റെ ഹെയറിൽ മൊത്തം ഇത് തേച്ച് കഴിഞ്ഞു. ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ സ്കാൽപ്പ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഇത് തേക്കുമ്പോൾ മാക്സിമം നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ നോക്കുക. ഇട്ടതിന് ശേഷം കുറച്ച് ഇതുപോലെ ഒന്ന് ഒരു ലൈറ്റ് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക. കുറച്ചു നേരം ഒരു ലൈറ്റ് മസാജ് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതിങ്ങനെ വയ്ക്കുക. അതിനുശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാം. എല്ലാവരും എങ്ങനെ ഹെയർ പാക്ക് ഉണ്ടാക്കാന്ന് കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 4 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് ചെമ്പരത്തി ഇല, രണ്ടാമത്തെ കസ്റ്റർഡ് ആപ്പിളിന്റെ ഇല. ഇത് ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നത് മുന്തിരിയുടെ ഇല എന്നാണ്. ഇത് ഞാൻ എടുത്ത് പറയാൻ കസ്റ്റർഡ് ആപ്പിളിന്റെ ഇല എന്ന് എടുത്ത് പറയാൻ കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതിനു മുമ്പേ ഞാൻ ഇതിൻ്റെ ഈ ഒരു റെസിപ്പി ഹെയർ പാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അപ്പോഴും എല്ലാവരും പറയുന്നത് മുന്തിരി മീൻസ് മുന്തിരിങ്ങയാണോ എന്ന്. അപ്പം ഓരോ സ്ഥലത്ത് ഓരോന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കസ്റ്റർഡ് ആപ്പിളിന്റെ ഇലയാണ്. സോ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. സോ കസ്റ്റർഡ് ആപ്പിളിന്റെ ഇല, അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ നാലാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ. ഇത് 4ഉം നമ്മുടെ മുടിക്ക് ഓരോ രീതിയിലും ഡിഫറെൻറ്റ് രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആണ്. ഇപ്പം ചെമ്പരത്തി ഇല നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഒരു നാടൻ, എല്ലാവർക്കും അറിയാം, ഒരു നാടൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ചെമ്പരത്തി ഇല എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ രണ്ടാമത്തത് കസ്റ്റർഡ് ആപ്പിളിൻ്റെ ഇല, മുന്തിരിയുടെ ഇല. അതും ഇതുപോലെ നമ്മുടെ ഹെയറിലെ ഡാൻഡ്രഫ് ഒക്കെ, സ്കാൽപ്പിലെ ഡാൻഡ്രഫ് ഒക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. നാലാമത്തത് തേങ്ങ നമ്മൾ ഇപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പാൽ ഇതിൽ മിക്സ് ആവുന്നുണ്ട്. അപ്പം തേങ്ങാപ്പാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കാൽപ്പിൽ മോയ്സ്ചറൈസ് ആവാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ നാലാമത്തത് ഒലിവ് ഓയിൽ നമ്മുടെ മുടി ഗ്രോത്തിനും അതുപോലെ നമ്മുടെ സ്പ്ലിറ്റൻസ് മാറ്റാനും ഡാൻഡ്രഫ് മാറ്റാൻ, മോയ്സ്ചറൈസ് ആയിട്ട് വയ്ക്കാനായിട്ട്, സ്കാൽപ്പിനെ
പിന്നെ എല്ലാം ഈ നാല് ഡിഫറെൻറ്റ് രീതിയിൽ ഇത് നമ്മുടെ മുടിക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഇതൊരു ഹോൾ പാക്കേജ് എന്ന് തന്നെ പറയാം ഈ ഒരു ഹെയർ പാക്ക്. ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.